ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ഇന്നത്തെ ഡോക്ടേഴ്സ് ക്യാബിൻ ചർച്ച ചെയ്യുന്നത് നമ്മളെല്ലാവരെയും ഏത് പ്രായക്കാരാണെങ്കിലും പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇന്നത്തെ ഡോക്ടേഴ്സ് ക്യാബിൻ ഡാൻഡ്രഫിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇതിനായി കോട്ടയം കിംസിലെ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റായ ഡോക്ടർ സതീഷ് കുമാർ എസ് നമ്മളോടൊപ്പം ഉണ്ട്. വെൽക്കം ഡോക്ടർ. അപ്പം ഇന്ന് നമ്മൾ ഡാൻഡ്രഫിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. എനിക്കൊന്ന് യുവാക്കളെ വളരെയധികം അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. തീർച്ചയായും. ശരിക്കും ഡാൻഡ്രഫ് എന്താണെന്ന് പറഞ്ഞു തന്നെ നമുക്കൊന്ന് തുടങ്ങാം. ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശിരസിലെ ചർമ്മത്തിൽ നിർജ്ജീവമാകുന്ന കോശങ്ങളുണ്ട്. അത് കൂടുതലായി ഇളകുമ്പോഴാണ് അങ്ങനെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതൊരു ചെറിയൊരു രോഗാവസ്ഥയാണ്. ഒത്തിരി സീരിയസ് അല്ലെങ്കിലും മാരകമല്ലെങ്കിലും ഒരു രോഗാവസ്ഥയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഈ കൂടുതലായി ശിരോചർമ്മത്തിൽ നിന്ന് നിർജ്ജീവമായ കോശങ്ങൾ ഇളകുന്നു. അതൊരു ചെറിയ ചെതുമ്പൽ പോലെയോ അല്ലെങ്കിൽ ശൽക്കങ്ങൾ പോലെയോ ഇളകുന്ന ഒരവസ്ഥയ്ക്കാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാൻഡ്രഫ് ഇപ്പം തലയിൽ ഇതുപോലെ വെളുത്ത പൊടി പോലെ കാണപ്പെടുന്നത് വരുമ്പോൾ നമ്മൾ ഡാൻഡ്രഫ് ആണോ അല്ലയോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത്? ഇത് ഡാൻഡ്രഫിൻ്റേതായ വളരെ ടിപ്പിക്കലായിട്ടുള്ള ചില ലക്ഷണങ്ങൾ. അപ്പം പേഷ്യൻ്റ് ഡോക്ടറെ അടുത്ത് വരുമ്പോൾ പേഷ്യൻ്റ് തന്നെ പറയാറുണ്ട്, എൻ്റെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ട്. അതുകൂടാതെ ചൊറിച്ചിൽ, മിക്ക ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ചൊറിച്ചിലൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇതുകൂടാതെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ ചെതുമ്പൽ പോലെ ഒക്കെ കാണാറുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് ഡയഗ്നോസിസ് ഉറപ്പാക്കാൻ സാധിക്കും, അത് ഡാൻഡ്രഫ് തന്നെയാണ്. ഡാൻഡ്രഫ് വരാനായിട്ടുള്ള പ്രത്യേകിച്ചുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ഡാൻഡ്രഫിന് അനവധി കാരണങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു സ്കിന്നിനെ ബാധിക്കുന്ന ഒരു അസുഖമുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ടാണ് ഡാൻഡ്രഫ് ഉണ്ടാകുന്നത്. സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഡാൻഡ്രഫ് കൂടാതെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും അതിൻ്റേതായ അഫെക്ഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പം ഡാൻഡ്രഫ് മാത്രമായിട്ടും സെബോറിക് ഡെർമറ്റൈറ്റിസ് വരാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസ് ഡാൻഡ്രഫിന് ഒരു പ്രധാന കാരണമാണ്. ഇത് കൂടാതെ മറ്റു പല കാരണങ്ങൾ, അതായത് സോറിയാസിസ് എന്ന സ്കിന്നിൻ്റെ അസുഖമുള്ള ആളുകൾക്ക്, പിന്നെ ചിലർക്ക് ഹെയർ ഡൈ ഇതുപോലെയുള്ള സാധനങ്ങൾക്ക് അലർജി ഉണ്ടാകും. ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അതിനോട് അലർജി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അലർജി ഉണ്ടാകുമ്പോൾ അവർക്കും ഈ പറഞ്ഞ പോലെ ചെതുമ്പൽ പോലെ തലയിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ആരോഗ്യത്തിന് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഡാൻഡ്രഫ് ഉണ്ടാകും. ഇതൊക്കെയാണെങ്കിലും കൃത്യമായിട്ട് ഇന്ന കാരണം കൊണ്ടാണ് ഡാൻഡ്രഫ് എന്ന് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പിന്നെ ചിലർക്ക് തലയിൽ ഫംഗൽ ഇൻഫെക്ഷൻ, ഫംഗസിൻ്റെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഡാൻഡ്രഫ് ഉണ്ടാകാം. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ്? കോഴിക്കോട്. ഓക്കെ, ഡോക്ടറിനോട് പേരെന്താണ്? ഡോക്ടറിനോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ്. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് 47 വയസ്സായി. ശരി. 1990 തുടങ്ങിയ ഡാൻഡ്രഫാ. ഓക്കെ. നല്ല തിക്ക് മുടി ഉണ്ടായിരുന്നു. ബാർബർമാര് എന്താ പറയാ, കണ്ണു വെച്ച മുടിയായിരുന്നു, ഉള്ളെടുത്തിട്ടും തീരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ മുടി. ഓക്കെ. പിന്നെ പെട്ടെന്ന് ഡാൻഡ്രഫ് തുടങ്ങി. സാറ് പറഞ്ഞ പോലെ ചെതമ്പല് പോലെ വരാൻ തുടങ്ങി. ഓക്കെ. പെട്ടെന്ന് മുടി തൊഴിയാൻ തുടങ്ങി. ഓക്കെ. കഷന്റെ ഏരിയ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഒരു 70% കഷന്റെ ആയിട്ട് എല്ലാവർക്കും മുടി കിട്ടും. കുറച്ച് വിട്ടിട്ട് പലതരം മരുന്നുകൾ പ്രയോഗിക്കുന്നുണ്ട്, എല്ലാം ചെയ്തു. ഇപ്പൊ എണ്ണ തേക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. ടോപ്പ് മാത്രം തേക്കും. ശരി. ഇത് ഭയങ്കര ഹീറ്റാണ് ഹെഡ്. അതുകൊണ്ടാണോ തൊഴിയുന്നത് എന്താ അറിയില്ല. ചികിത്സ ഞാൻ നടത്തിയിട്ടില്ല. എണ്ണയും തേക്കാറില്ല, ഷാമ്പൂ കത്ത സംഗതി ഉപയോഗിക്കാറില്ല. ഷാമ്പൂവും തേക്കാറില്ല? ഇല്ല, ഇപ്പൊ ഒന്നും ചെയ്യാറില്ല. ഈ മിൻടോപ്പ് എന്ന് പറയുന്നത് ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടർ അല്ല അത് പരസ്യം കണ്ടു തുടങ്ങി. ഇപ്പം 10 ml അത്രയായിട്ട് ശക്തി കൂടിയല്ല, 10% ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഴ്ച ഒരു സെറ്റ് വെറുതെ തേച്ചുള്ളൂ. വലിയൊരു പ്രോബ്ലം ആയിട്ട് ഇപ്പൊ കാണുന്നില്ല, ശീലിച്ചു പോയി. നിങ്ങൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ട്, 90 മുതൽ ഡാൻഡ്രഫ് ഉണ്ട്. അതുകൂടാതെ നിങ്ങൾ പറഞ്ഞതെന്ന് ഞാൻ നേരിട്ട് കണ്ടില്ല, എന്നാലും എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് കഷണ്ടിയുടെ പ്രശ്നം കൂടെ ഉണ്ട്. കാരണം ഡാൻഡ്രഫ് കൊണ്ട് മാത്രം മുടി കൊഴിച്ചിൽ സംഭവിക്കാറില്ല.
അതിൻ്റെ കൂടെ കഷണ്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ കഷണ്ടിക്ക് മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാൻ മിൻറ്റോപ്പ് ഏതായാലും കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ഡാൻഡ്രഫ് മാറാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ഷാമ്പൂ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് നിങ്ങളുടെ ഡാൻഡ്രഫിൻ്റെ അളവ് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഏത് ഷാമ്പൂ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന് അറിയേണ്ടതുണ്ട്. അതിനായി സാധിക്കുമെങ്കിൽ ഒരു സ്കിൻ ഡോക്ടറെ കണ്ട് ഡോക്ടറെ നിർദ്ദേശം അനുസരിച്ച് ആ ചികിത്സ അങ്ങ് എടുക്കുക. ഏതായാലും ഷാമ്പൂ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഡാൻഡ്രഫ് മാറ്റാൻ നമുക്ക് ഷാമ്പൂ ഉപയോഗിക്കേണ്ടതായിട്ട്, ആ ഷാമ്പൂ ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ കൂടുകയില്ല. അതിപ്പോൾ ഇല്ല, അത് പോരായിരിക്കും. നമുക്ക് ഡാൻഡ്രഫിനെതിരെയുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാമ്പൂകൾ പലതും മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്ന ഏതാണെന്ന് നോക്കി അതൊരു ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. മിൻടോപ്പിന് സൈഡ് എഫക്റ്റ് എന്തെങ്കിലും അത് പുരട്ടി കഴിഞ്ഞ് തലവേദനയോ അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ? ഒന്നുമില്ല. പിന്നെ അത് പുരട്ടി കഴിഞ്ഞ് നമ്മുടെ തലയിൽ സ്കിൻ ഒത്തിരി ഡ്രൈ ആകുന്ന പോലെ തോന്നാറുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് സൈഡ് ഇഫക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മിൻടോപ്പ് തുടരാം, കുഴപ്പമില്ല. ഇത് കൂടാതെ നിങ്ങൾ ഇല്ല, മിൻടോപ്പ് പുരട്ടുന്നതുകൊണ്ട് ഒരിക്കലും ഡാൻഡ്രഫ് ഉണ്ടാകത്തില്ല. ഇല്ലില്ല, തീർച്ചയായും അത് നമ്മൾ തൊലി പുറത്ത് ജസ്റ്റ് തേക്കുന്ന ഒരു മരുന്നല്ലേ ആകുന്നുള്ളൂ. അതുകൊണ്ട് അത് ഒത്തിരി ഒന്നും നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു 1 ml അല്ലെങ്കിൽ 2 ml തലയിൽ പുരട്ടുന്നു. അതിൽ 1 ml പുരട്ടുമ്പോൾ അതിൻ്റെ എത്രത്തോളം ശരീരത്തിനുള്ളിൽ പ്രവേശിക്കാനാണ്? അഥവാ പ്രവേശിച്ചാൽ പോലും അതങ്ങനെ സേഫായിട്ടുള്ള ഒരു മെഡിസിനാണ്. അതൊരു കുഴപ്പം ഉണ്ടാക്കത്തില്ല. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമുക്ക് ഫാക്ടേഴ്സിലേക്ക് തിരിച്ചു വരാം. ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ജനിതക വേരിയേഷൻസ് താരനൊരു കാരണമാവാറുണ്ടോ? തീർച്ചയായിട്ടും. ഹോർമോൺ താരനുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. കാരണം നമ്മളൊരു മനുഷ്യൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ആക്ച്വലി ഡാൻഡ്രഫ് കാണാറില്ല. ഹോർമോൺ ഒരു മനുഷ്യൻ്റെ ശരീരത്തെ ആക്ട് ചെയ്ത് തുടങ്ങുമ്പോഴേ ഈ ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങാറുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഡാൻഡ്രഫ് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഹോർമോണിൻ്റെ ആക്ഷൻ കൊണ്ടാണ്. കാരണം നമ്മുടെ തലയിൽ ചില ഗ്രന്ഥികളുണ്ട്. ആ ഗ്രന്ഥികൾക്ക് പ്രോബ്ലം വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നുള്ളൊരു അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഹോർമോൺ സെബേഷ്യസ് ഗ്രന്ഥികളെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഹോർമോൺ അതിൻ്റെ പ്രവർത്തനം കൂട്ടാറുണ്ട്. അതിൻ്റെ പ്രവർത്തനം കൂട്ടുമ്പോൾ ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന കണ്ടീഷൻ ഉണ്ടാകുകയും അതിന് ഫലമായി ഡാൻഡ്രഫ് വരികയും ചെയ്യാം. ഡോക്ടർ, നമുക്കൊരു കോളും കൂടി ഉണ്ട്. വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ്? ഹലോ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പേരെങ്ങനെ? ഷീല. ഷീല, ഡോക്ടറിനോട് സംസാരിച്ചോളൂ. അത് എനിക്ക് ഈ ഡാൻഡ്രഫ് വന്നിരുന്നു. പിന്നെ മുടി മൊത്തം പോയി, കുഴികൊക്കെ കൊഴിഞ്ഞു പോയി, അലോപേഷ്യാണ്. ശരി. അപ്പോ അതിന് ഇപ്പോ വല്ല ട്രീറ്റ്മെന്റ് താരനിപ്പോ ചൊറിച്ചിലൊക്കെ കുറഞ്ഞു. 2 കൊല്ലമായിട്ട് മുടി വീഴാണ്ട്. താരന് വേണ്ടി എന്ത് ചെയ്യുന്നു? താരന് വേണ്ടിട്ട് കുറെ ഡോക്ടർമാരെ കാണിച്ചിരുന്നു. അപ്പൊ കൊഴിച്ചില് കൂടി പോയത് അലോപേഷ്യാണ്. ആദ്യം വട്ടത്തില് ഒക്കെ ആയിരുന്നു മുടി. ഇപ്പൊ നിലവിലെ താരന് വേണ്ടി എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ? ഇപ്പൊ ഒന്നും ചെയ്യണില്ല. അപ്പൊ അത് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോ ഒന്നും മനസ്സിലാവണില്ല. അപ്പൊ പറഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ ഈ താരന് വേണ്ടി ചികിത്സ ചെയ്തത് ഞാനിപ്പോൾ കഴിഞ്ഞ കോളറോട് പറഞ്ഞ പോലെ താരന് നമ്മൾ ഷാമ്പു ഇട്ടാലും അതുകൊണ്ട് ഒരിക്കലും അലോപേഷ്യ എന്ന രോഗം സംഭവിക്കാറില്ല. അലോപേഷ്യ ഇപ്പോൾ സംഭവിച്ചതിന് വേറെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണം. അപ്പോൾ നമുക്കിപ്പം രോഗികളെ കണ്ട് എന്ത് കാരണം കൊണ്ടാണ് ഈ അലോപേഷ്യ ഉണ്ടാകുന്നതെന്ന് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കേണ്ടി വരും. അതിനുശേഷം കാരണം എന്താണെന്നുള്ളതിൻ്റെ ബേസിസിൽ നമുക്ക് അലോപേഷ്യക്ക് വേണ്ടി അപ്പോൾ ഈ ട്രീറ്റ്മെന്റ് കാണിക്കണോ സ്കിന്നിന്റെ ഡോക്ടറെ കാണിക്കണമെന്ന് അറിയണം എനിക്ക്. അപ്പോ തീർച്ചയായിട്ടും ഇതിൽ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞു പുരികം കൊഴിഞ്ഞു പോയെന്ന്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് നമ്മൾ തലയിൽ തേച്ച ഷാമ്പൂ ഒന്നും കൊണ്ടല്ല ഈ അലോപേഷ്യ ഉണ്ടായിരിക്കുന്നതെന്നാണ്. തലയിൽ തേച്ച ഷാമ്പൂ കൊണ്ടാണെങ്കിൽ ഒരിക്കലും പുരികം കൊഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ വരത്തില്ല. ഉപയോഗിച്ചിട്ടില്ല.
കൊറേ നേരം അങ്ങനെ മുടി കൊഴിച്ചില് അതിന് മുന്നേ ഉണ്ട് എനിക്ക്. ഓക്കെ, ഏതായാലും ഈ പറഞ്ഞ പോലെ നമുക്ക് നേരിട്ട് കണ്ട് നിങ്ങളുടെ കാര്യത്തിൽ നേരിട്ട് കാണാതെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായം ആവശ്യമുണ്ട്. അപ്പം ആരെങ്കിലും കാണിച്ചിട്ട് നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് കാരണം മനസ്സിലാക്കിയതിന് ശേഷം അതിന് തക്കതായ ചികിത്സ ചെയ്യേണ്ടതുണ്ട്. താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമുക്കൊരു ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഡോക്ടേഴ്സ് ക്യാബിൽ ഇനി ഇടവേള. വെൽക്കം ബാക്ക്. ഡോക്ടർ, നമുക്കൊരു കോളറും കൂടെ ഉണ്ട്. ഡോക്ടേഴ്സ് ക്യാബിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ഷാനവാസ്, ഒറ്റപ്പാലത്തുനിന്നാണ് വിളിക്കുന്നത്. ഷാനവാസ്, ഡോക്ടറിനോട് സംസാരിച്ചോളൂ. ഡോക്ടർ, കഴിഞ്ഞ 2-3 ആഴ്ചയായി എൻ്റെ മുടി അങ്ങനെ കൊഴിഞ്ഞു പോവാണ്. അതായത് തലയുടെ എല്ലാ സൈഡിൽ നിന്നും ഒരേപോലെ കൊഴിയുന്നുണ്ട്. വളരെയധികം ഹെവി ഫോളാണ്. ഇതെന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാവുന്നത് ഡോക്ടർ? ഷാനവാസിന് വയസ്സ് എത്രയാണ്? 33. ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ ബിസിനസ്സാണ്. എനിക്ക് ബിസിനസ്സാണ്. ഈ അടുത്ത് ഷാനവാസിന് എന്തെങ്കിലും അസുഖങ്ങൾ? എനിക്ക് ഏപ്രിലിൽ എനിക്ക് ചിക്കൻ പോക്സ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഏപ്രിലിൽ ചിക്കൻ പോക്സ് ഉണ്ടായിരുന്നു. അതെ. തീർച്ചയായിട്ടും അതിൻ്റെ സ്ട്രെസ്സ് ശരീരത്തിൽ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഷാനവാസിനിപ്പം ഈ അനുഭവപ്പെടുന്ന ഈ ഹെവി ഹെയർ ഫോള്. എനിക്ക് തോന്നുന്നത് ഇത് കാര്യമായിട്ട് മരുന്ന് ചെയ്തില്ല എങ്കിൽ കൂടി കുറച്ച് കഴിയുമ്പോൾ ഇത് കൺട്രോൾ ആകുന്നതാണ്. ഇപ്പോൾ ഭക്ഷണം നല്ലപോലെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ബാലൻസ് ഡയറ്റ്, പച്ചക്കറികൾ ധാരാളമായി കഴിക്കുക. ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് അതായത് മുമ്പ് ഉണ്ടായിരുന്ന അസുഖത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്കിപ്പോൾ കേട്ടിട്ട് തോന്നുന്നുള്ളൂ. അതിനാൽ ടെൻഷനൊന്നും അടിക്കാതെ ധൈര്യമായിട്ട് ഇരിക്കുക. കുറച്ച് സമയം കൊണ്ട് ഇത് കൺട്രോൾ ആകുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട മുടികൾ മിക്കവാറും തിരിച്ചു വരുന്നു. താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ മുമ്പ് പറഞ്ഞ പോലെ സെബോറിക് ഡെർമറ്റൈറ്റിസ്, അതായത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും, സ്കാൽപ്പിൽ മാത്രമല്ല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഡാൻഡ്രഫ് എഫക്റ്റ് ചെയ്യുക. അതേപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ പുരുകത്തിൽ അതോടൊപ്പം തന്നെ തലയിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ഒന്നെങ്കിൽ സമയമുള്ളവരാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് നാരങ്ങ ഉപയോഗിക്കും, സമയമില്ലാത്തവരാണെങ്കിൽ മോസ്റ്റ്ലി ഷാമ്പു യൂസ് ചെയ്യും. സ്കാൽപ്പിലല്ലേ പറ്റത്തുള്ളൂ. പുരുകം അങ്ങനെയുള്ള ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? സെബോറിക് ഡെർമറ്റൈറ്റിസ്, നമ്മൾ ഈ ഡാൻഡ്രഫ് എന്നുള്ള വിഷയം സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഡാൻഡ്രഫ് എന്ന് പറയുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് പല കാരണങ്ങൾ കൊണ്ട് ശരീരത്തിൽ സംഭവിക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാകാം. അതുകൂടാതെ ശരീരത്തിൻ്റെ ജനറൽ ഹെൽത്തിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ ഇതൊക്കെ ഒരു സെബോറിക് ഡെർമറ്റൈറ്റിസായി തീരാം. അപ്പോൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഏറ്റവും ആദ്യം പ്രധാനപ്പെട്ടതായി തലയിൽ ഡാൻഡ്രഫ് കാണും. ഇതുകൂടാതെ തലയിൽ ചൊറിച്ചിൽ ഉണ്ടാവും. ഇതും കൂടാതെ തലയിൽ ചുവന്ന പാടുകൾ, ചിലപ്പോൾ പൊട്ടി വെള്ളം വരിക, അല്ലെങ്കിൽ കുരുക്കൾ ഉണ്ടാകുക, ഇതൊക്കെ ആയിരിക്കും തലയിൽ നമുക്ക് കാണാവുന്ന ലക്ഷണങ്ങൾ.
ഇതുപോലെ തലയിലെ പോലെ തന്നെ രോമം നീണ്ടു നിൽക്കുന്ന മറ്റു ഭാഗങ്ങളിലും ഇതേ വ്യത്യാസങ്ങൾ, സ്കിന്നിൽ ഇതേ വ്യത്യാസങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. പിരികത്തയിലും, ചെവിയുടെ പുറകിൽ, നെഞ്ചിൻ്റെ ഈ നടുഭാഗത്ത്, പിന്നെ കഷം, പുറത്തിൻ്റെ മേൽഭാഗം, തുടയുടെ മുകൾ ഭാഗം എന്നീ ഭാഗങ്ങളിലും ഈ ചെറിയ ചെതുമ്പൽ പോലെ വരികയും അവിടെ എല്ലാം ചുമപ്പ് പാടുകളുണ്ടാകുകയും അതിനെല്ലാം ചൊറിച്ചിലുണ്ടാകും. ഇതൊക്കെ ആണ് ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന കണ്ടീഷനിൽ ലക്ഷണങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും രോഗി ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അതിൻ്റേതായ ചികിത്സ എടുക്കണം. അല്ലെങ്കിൽ അത് കൂടി മറ്റ് അസുഖങ്ങളിലേക്ക് അത് പോകാം. അവിടെ പൊട്ടി ഇൻഫെക്ഷൻ ഉണ്ടാകാം. ഇത് വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്ത് നമുക്ക് മാറ്റാവുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇത് കൺട്രോൾ ആയില്ല എന്നുണ്ടെങ്കിൽ രോഗിയെ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കണ്ടീഷനാകും ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ്? ഹലോ ഡോക്ടർ. ആരാ സംസാരിക്കുന്നത്? ഹലോ, എൻ്റെ പേര് ഗോപി എന്നാണ്. ഗോപി, ഡോക്ടറിനോട് സംസാരിച്ചോളൂ. കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. എത്ര വയസ്സായി? ഹലോ ഡോക്ടർ. എത്ര വയസ്സായി ഗോപിക്ക്? എനിക്ക് 41. ശരി, പറഞ്ഞോളൂ. എനിക്ക് ഒരു സംശയം എന്താ ഡോക്ടറെ, എനിക്ക് താരനുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ടവല് എൻ്റെ മക്കൾ ആരെങ്കിലും വൈഫൈറ്റ് ഉപയോഗിച്ച് അവർക്ക് വരുമോ? തീർച്ചയായിട്ടും ഇത് വളരെ അധികം ആളുകൾക്കുള്ള ഒരു സംശയമാണ്. എനിക്ക് തോന്നുന്നു അവർക്കെല്ലാം ഈ ചോദ്യത്തിൽ കൂടെ ഇതിൻ്റെ ഉത്തരത്തിൽ കൂടെ അതിൻ്റെ പ്രയോജനം ഉണ്ടാവും. അപ്പോൾ ഗോപിയുടെ ചോദ്യം, നിങ്ങൾക്ക് താരനുണ്ട്, നിങ്ങളുടെ തോർത്തോ ചീപ്പോ മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോൾ അത് വരുമോ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താരന് ഫംഗൽ ഇൻഫെക്ഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. അതുകൂടാതെ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നുള്ള അവസ്ഥയിലും താരനുണ്ടാകാം. സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് അത് പകരുന്ന ഒരു അസുഖമല്ല. അപ്പോൾ താരൻ്റെ കാരണം സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണെങ്കിൽ നിങ്ങളുടെ അസുഖം മറ്റൊരാൾക്ക് പകരത്തില്ല. അതേസമയം അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടായ താരനാണെങ്കിൽ അത് പകരാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ തോർത്ത്, ചീപ്പ് തുടങ്ങിയ ഉപയോഗിക്കുമ്പോൾ ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ബാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന താരൻ പകരാൻ സാധ്യതയുണ്ട്. അപ്പോൾ താരൻ്റെ കാരണമനുസരിച്ചാണ് അത് പകരുവോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ചില മറ്റ് പിന്നെ സംശയം വേറെ എന്താ വെച്ചാൽ ഈ മുഖക്കുരൊക്കെ വരുമോ ഈ താരൻ വരുന്നതുകൊണ്ട്? താരൻ വരുന്നതുകൊണ്ട് ഈ ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് ഈ സെബോറിക് ഡെർമറ്റൈറ്റിസോ അല്ലെങ്കിൽ താരനോ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ മുഖക്കുരുവും മറ്റു ഭാഗങ്ങളിൽ കുരുവുകളും ഒക്കെ വരാം, ഉണ്ടാകാം. കുരുവിന് വേണ്ടി നമ്മൾ ചികിത്സ എടുക്കണം. അത് കൂടാതെ താരനും നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഇത് രണ്ടും ട്രീറ്റ് ചെയ്യുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഭേദമാകുന്നതാണ്. താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഷാംപൂ പോലുള്ള കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു പരിധിവരെ താരനെ തടയാൻ കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഒരു താരൻ കാരണം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണേണ്ട അവസ്ഥ അത് എപ്പോഴാണ്, അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? ഓക്കെ, ഇതൊരു വളരെ നല്ല ചോദ്യമാണ്. ശരിക്കും ഈ ഞാൻ പറഞ്ഞു ശിരോചർമ്മം കൂടുതലായിട്ട് ഇളകുന്നതാണ്. ഈ ശിരോചർമ്മം ഇളകുന്നത്, അതായത് നിർജ്ജീവമായ കോശങ്ങൾ തലയിൽ നിന്ന് ഇളകുന്നത്, അതൊരു നോർമൽ പ്രോസസ്സാണ്. അങ്ങനെയാണ് എല്ലാവരിലും സംഭവിക്കുന്നത്. പക്ഷേ ഒരു നോർമലായിട്ടുള്ള ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നമ്മളത് കാണുന്നില്ല. ഈ ഇളകി വരുന്ന ചെറിയ ചെതുമ്പൽ പോലെയുള്ളത് പെട്ടെന്ന് പുറത്തോട്ട് പോകുന്നു. അതുകൊണ്ട് നമ്മളത് കാണുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ചെറിയ താരൻ ഉണ്ട്. പക്ഷേ ചിലർക്ക് അതിൻ്റെ അളവ് കൂടുതലാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, താരൻ എന്ന് പറയുമ്പോൾ ഇളകി വരുന്നതിൻ്റെ അളവ് കൂടുന്നു. അപ്പം അളവ് കൂടുതലാകുമ്പോൾ അവർക്കാണ് ഇതൊരു പ്രശ്നമായി വരുന്നത്. അതുകൊണ്ട് നമ്മൾ പലരും ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതായത് തലയിൽ വെറുതെ ഒന്ന് കൈ ഓടിച്ചു കഴിഞ്ഞാൽ ഈ ചെതുമ്പൽ പോലെ തോളത്തെല്ലാം വീഴുന്നു. അപ്പോൾ ആർക്കാണോ ഈ ചെതുമ്പൽ പോലെയുള്ളത് കൂടുതലായിട്ട് തലയിൽ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ചൊറിച്ചിലുണ്ടാകുന്നു, ചുമപ്പുണ്ടാകുന്നു, തടിപ്പുണ്ടാകുന്നു, ഇതുപോലെയുള്ള ആളുകൾക്കാണ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വരുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ്? പാലക്കാട് വിളിക്കണേ. പേരെന്താണ്? ദേവി. ദേവി, ഡോക്ടറിനോട് സംസാരിച്ചോളൂ. ദേവിക്ക് എത്ര വയസ്സായി? ദേവിക്ക് എത്ര വയസ്സായി? എനിക്കല്ല, മക്കൾക്ക് വേണ്ടിട്ടാ ഡോക്ടർ. പറഞ്ഞോളൂ. മക്കൾക്ക് എന്താണ് പ്രായം? മോൾക്ക് 18 വയസ്സ്. 18 വയസ്സ്. ഓക്കെ, മൂത്താൾക്ക് 22 വയസ്സാണ് ഡോക്ടർ. പറഞ്ഞോളൂ. ഇത് രണ്ടുപേരുടെ തലയിലും നല്ല ഒരുപോലെ താരൻ.
അത് നമ്മള് ചീർപ്പ് കൊണ്ട് ചീന്തുമ്പോ ഇങ്ങനെ പൊടി പൊടിയായിട്ട് വരുന്നുണ്ട്. മുടി നല്ല പൊഴിച്ചല്. തലയിൽ ചൊറിച്ചിലുണ്ടോ? ആ ചൊറിച്ചിലുണ്ട് ഡോക്ടർ. വലിയ ആൾക്ക് മുഖത്ത് കംപ്ലീറ്റ് കുരുക്കൾ പോലെ മുഖക്കുരു പോലെ വന്നിരിക്കുക. തലയിൽ എണ്ണമയം അധികമായിട്ടുണ്ടോ? ഡോക്ടർ തലയിൽ നമ്മൾ മുടി വകന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇല്ല, അതൊന്നുമില്ല. എണ്ണമയം കൂടുതലായിട്ടില്ല. മുഖത്തേക്കാണ് കൂടുതൽ എണ്ണമയം. തലയിൽ അത്ര എണ്ണമയം ഇല്ല. ഇല്ല ഡോക്ടർ, ഇല്ല ഇല്ല. നിങ്ങൾ ഷാമ്പുവോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നോക്കിയോ? ഷാമ്പു ക്ലിനിക് ഉപയോഗിക്കാറുണ്ട്. താരന് വേണ്ടി പ്രത്യേകിച്ച് ഒരു ഷാമ്പു ഉപയോഗിച്ചില്ല. ഇല്ല ഇല്ല. എനിക്ക് തോന്നുന്നത് താരന് വേണ്ടി ഇപ്പോൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാമ്പു അത് സൂപ്പർ മാർക്കറ്റിൽ പോലും ഇപ്പോൾ കിട്ടാറുണ്ട്, മെഡിക്കൽ സ്റ്റോറിൽ ഉറപ്പായിട്ടും കിട്ടും. അതൊന്നും ഉപയോഗിച്ച് നോക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് താരന് ഒത്തിരി കൂടിയ താരൻ അല്ലെങ്കിൽ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ശമനം ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ ഇപ്പോൾ ഷാമ്പൂവിൻ്റെ കാര്യം പറഞ്ഞ പോലെ കുറേ ഷാമ്പൂസ് ഡാൻഡ്രഫ് കൺട്രോളിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. നമ്മൾ മെഡിക്കേറ്റഡ് ഷാമ്പൂ യൂസ് ചെയ്യണമെന്നാണ് ഡോക്ടറും സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം പൊതുവേ ആർക്കും മെഡിക്കേറ്റഡ് ഷാമ്പൂ അല്ലെങ്കിൽ ഏത് ഷാമ്പൂ ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അതെങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും ഇതും വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ ഷാമ്പൂ ഞാനിപ്പോൾ എല്ലാവരോടും ഷാമ്പൂ ഉപയോഗിക്കാൻ പറഞ്ഞു. ഏത് ഷാമ്പൂ ഉപയോഗിക്കണം? പലരും ഈ ഷാമ്പൂ എന്ന് പറയുമ്പം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ബ്രാൻഡുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വളരെ ചെറിയ താരനൊക്കെ പ്രയോജനം കിട്ടത്തുള്ളൂ. ശരിക്കും താരൻ്റെ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത്? നിങ്ങളൊരു ഷാമ്പൂവിൻ്റെ ബോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ചില ഷാമ്പൂകളിലെല്ലാം കണ്ടിട്ടുണ്ടാകും ആൻറ്റി ഡാൻഡ്രഫ് എന്ന് സ്പെസിഫിക് ആയിട്ട് ബ്രാൻഡ് ചെയ്ത ബോട്ടിൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ, അല്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ കമ്പനികൾ ഉണ്ടാക്കുന്ന ഈ ഡാൻഡ്രഫിന് വേണ്ടി മാത്രം മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഷാമ്പുകളുണ്ട്. അപ്പോൾ താരനൊരു പ്രശ്നമായിട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ ഷാമ്പു ഉപയോഗിക്കേണ്ടതാണ്. അല്ലാതെ സാധാരണ ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഈ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാമ്പു, അതായത് അതിൻ്റെ ലേബലിൽ ആൻറ്റി ഡാൻഡ്രഫ് എന്ന് സ്പെസിഫിക് ആയിട്ട് ലേബൽ ചെയ്തിട്ടുള്ള ഷാമ്പുകൾ, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ഷാമ്പുകൾ, ഇവ തീർച്ചയായിട്ടും. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ താരെന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ മാത്രം പറ്റുന്ന ഒരു അസുഖമാണ്. പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരിക്കൽ ഡോക്ടർ ഷാമ്പു നൽകിയാൽ അത് നമ്മുടെ ബുദ്ധിമുട്ട് മാറിയാലും അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എല്ലാവർക്കും ഷാമ്പു എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലോട്ട് ഓടിയെത്തുന്ന ഒരു കാര്യമാണ്, ഞാൻ ഷാമ്പു ഇടുമ്പോൾ എൻ്റെ മുടി കൊഴിയുന്നു. അത് തീർച്ചയായിട്ടും ഒരു അബദ്ധധാരണയാണെന്നാണ് ഞാൻ പറയുന്നത്. എങ്ങനെ വൺസ് ഇൻ എ വീക്ക് ആണോ അതോ എങ്ങനെയാണ് ഓൾട്ടർനേറ്റ് ഡേയ്സിലാണോ ഷാമ്പു യൂസ് ചെയ്യുന്നത്? താരൻ്റെ സിവിയറിറ്റി അനുസരിച്ച് കൂടുതലായിട്ട് താരനുള്ളവർ കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് അത് ഉപയോഗിക്കേണ്ടി വരും. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കിൻ ഡോക്ടേഴ്സ് രോഗികളെ പരിശോധിച്ചതിന് ശേഷം അവരോട് നിർദ്ദേശിക്കാറുണ്ട്, നിങ്ങൾ ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം. അപ്പോൾ നമ്മൾക്ക് കണ്ടു കഴിഞ്ഞ് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനങ്ങളാണ്. ഏതായാലും താരൻ ഇല്ലാത്ത ആളുകൾ പോലും ആഴ്ചയിൽ ഒരിക്കൽ തലയിൽ കഴുകാൻ ഷാമ്പു ഉപയോഗിക്കേണ്ടതാണ്. കൂടുതലായിട്ടുള്ളവർ അത് ചിലപ്പം ആഴ്ചയിൽ 4 ദിവസമോ ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒരിക്കലേലും ഉപയോഗിക്കണം. ചിലർക്കത് കൂടുതൽ വേണ്ടി വരും. ഡോക്ടർ, ഇപ്പം നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷനായിരുന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇന്നത്തെ ഡോക്ടേഴ്സ് ക്യാബിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും ഡോക്ടേഴ്സ് ക്യാബിനിൽ കാണാം. സ്റ്റേ ഹെൽത്തി.